ചൈന കേന്ദ്രീകരിച്ച് ഉൽപാദനം നടത്തി വന്നിരുന്ന പല വൻകിട കമ്പനികളും ഇന്ന് തങ്ങളുടെ നിർമ്മാണ ശൃംഖല ചൈനയ്ക്കപ്പുറത്തേക്ക് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇന്ത്യയിലേക്കാണ് അത്തരം കമ്പനികൾ കൂടുതലും അടുക്കുന്നത്. ഇത്തരത്തിൽ ചൈനയെ അമിതമായി ആശ്രയിക്കുന്നത് പരിമിതപ്പെടുത്തി ഇന്ത്യയിലെ നിർമ്മാണ രംഗം വിപുലമാക്കിയ കമ്പനിയാണ് ആപ്പിൾ. ഇവിടെ ഈ ബഹുരാഷ്ട്ര ടെക്നോളജി കമ്പനി തങ്ങളുടെ ഉൽപാദന ശൃംഖല വൈവിധ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ബിസിനസ് രീതി അടിമുടി പൊളിച്ചെഴുതാനൊരുങ്ങുകയാണ് അമേരിക്കൻ ടെക്നോളജി കമ്പനി ആപ്പിൾ എന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റു രാജ്യങ്ങളിൽ ആപ്പിൾ ഉപകരണങ്ങളോടുള്ള ആവേശം തണുത്തു തുടങ്ങിയെങ്കിലും ഇന്ത്യയിൽ ആവശ്യക്കാരേറുന്നു എന്നതുതന്നെയാകാം ഇവിടെ സാന്നിധ്യം ഉറപ്പിക്കാൻ കമ്പനിയെ പ്രേരിപ്പിക്കുന്നതെന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ആപ്പിളിന്റെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ നിർമ്മാണ പങ്കാളിയായ ഫോക്സോൺ മുഖാന്തിരം ഈ വർഷം 25 മുതൽ 30 ദശലക്ഷം വരെ ഐഫോണുകൾ ഉൽപ്പാദിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷം അസംബിൾ ചെയ്ത 12 ദശലക്ഷം യൂണിറ്റുകളുടെ ഇരട്ടിയിലധികമാണിത്. അങ്ങനെ കമ്പനിയുടെ ഇന്ത്യയിലെ ഉൽപാദന വിഹിതം 12 മുതൽ 16% വരെ നിരക്ക് രേഖപ്പെടുത്തിയ കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും 21 മുതൽ 25% ഈ വർഷം ഉൽപാദന വിഹിതം ഉയരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചൈനയ്ക്ക് പുറത്തേക്ക് ഉൽപാദനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫോക്സോൺ ബംഗളൂരുവിൽ 300 ഏക്കറിൽ വിപുലമായ ഒരു പുതിയ യൂണിറ്റ് ഒരുക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ഇതുകൂടാതെ കമ്പനിയുടെ വിപുലീകരണാർത്ഥം ഹൈദരാബാദിൽ എയർപോഡുകളുടെ ഉൽപാദനത്തിനായി മറ്റൊരു യൂണിറ്റും സ്ഥാപിക്കുകയുണ്ടായി. ഈ പ്ലാന്റിൽ ഈ മാസം മുതൽ എയർപോഡുകളുടെ നിർമ്മാണം ആരംഭിക്കാനാണ് ആപ്പിൾ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഹൈദരാബാദിൽ നിർമ്മിക്കപ്പെടുന്ന എയർപോഡുകൾ പൂർണ്ണമായും കയറ്റുമതി ചെയ്യുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഐഫോണിന് ശേഷം ഇന്ത്യയിൽ ആപ്പിൾ നിർമ്മിക്കുന്ന രണ്ടാമത്തെ ഉൽപ്പന്നമാണ് എയർപോഡ്. ഇക്കഴിഞ്ഞ വർഷത്തെ ആപ്പിളിന്റെ കയറ്റുമതി മൂല്യം 1 ലക്ഷം കോടി രൂപയിലും അപ്പുറമാണ്. 1.08 ലക്ഷം കോടി രൂപയുടെ ഐഫോണുകളാണ് ആപ്പിൾ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്നും കയറ്റി അയച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 42% ഈ കമ്പനി കയറ്റുമതിയിൽ വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആഭ്യന്തര ഉൽപാദനത്തിൽ 46% വർധനയും ഇക്കഴിഞ്ഞ വർഷം ഈ കമ്പനി രേഖപ്പെടുത്തുകയുണ്ടായി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി മൂല്യം 3 ലക്ഷം കോടി രൂപയിൽ എത്തിക്കുക എന്നതാണ് ഈ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം. ഈ വർഷം ആപ്പിൾ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റുകളിൽ ഐഫോൺ 17, ഐഫോൺ 17 എയർ, ഐഫോൺ 17 പ്രോ, ഐഫോൺ 17 പ്രോ മാക്സ്, M5 ഉള്ള മാക്ബുക്ക് പ്രോ, പുതിയ മാക് പ്രോ, M5 ഉള്ള ഐപാഡ് പ്രോ, എയർപോഡ്സ് പ്രോ 3, ആപ്പിൾ വാച്ച് സീരീസ് 11, ആപ്പിൾ വാച്ച് അൾട്രാ 3, ആപ്പിൾ വാച്ച് SE3, ഹോംപോഡ്, പുതിയ ആപ്പിൾ TV 4K, ഹോംപോഡ് മിനി 2, എയർടാഗ് 2, സ്റ്റുഡിയോ ഡിസ്പ്ലേ 2 എന്നിവയാണ് ഉൾപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.